ഭാരതീയ ചിന്താലോകത്തെ ഏറ്റവും പ്രകാശപൂർണമായ നക്ഷത്രമാണ് ആചാര്യ ചാണക്യൻ. കേവലമൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുക മാത്രമല്ല, ആ സാമ്രാജ്യത്തിലെ ഓരോ മനുഷ്യനും എങ്ങനെ അന്തസ്സോടെയും ബുദ്ധിയോടെയും ജീവിക്കണമെന്ന് പഠിപ്പിച്ച മഹാനായ ആചാര്യൻ തൻ്റെ ചാണക്യനീതി എന്ന ലോകപ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ ഒരു മനുഷ്യന്റെ ആത്മാഭിമാനത്തിന് നൽകുന്ന വില വളരെ വലുതാണ്. അദ്ദേഹം ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഏതൊരു സ്ഥലത്താണോ നമുക്ക് ബഹുമാനം ലഭിക്കാത്തത്, എവിടെയാണോ ജീവിക്കാനുള്ള ചുറ്റുപാടുകൾ ഇല്ലാത്തത്, എവിടെയാണോ നല്ല സുഹൃത്തുക്കളോ വിജ്ഞാനം നേടാനുള്ള വഴികളോ ഇല്ലാത്തത്, ആ സ്ഥലം നമ്മൾ ഉടൻ തന്നെ ഉപേക്ഷിക്കണം. ജീവിക്കാൻ വേണ്ടി നമ്മൾ എവിടെയൊക്കെ പോകണം എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് സ്വന്തം വ്യക്തിത്വം കാത്തുസൂക്ഷിക്കാൻ നമ്മൾ എവിടെയൊക്കെ പോകരുത് എന്ന് തീരുമാനിക്കുന്നത്. ക്ഷണിക്കപ്പെടുക എന്നത് വലിയൊരു കാര്യമായി തോന്നാം, എന്നാൽ ചില ക്ഷണങ്ങൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളും അപമാനങ്ങളും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. സ്വന്തം മൂല്യം തിരിച്ചറിയുന്ന ആത്മാഭിമാനമുള്ള ഏതൊരു വ്യക്തിയും ക്ഷണിച്ചാൽ പോലും ഒരിക്കലും കാലുകുത്താൻ പാടില്ലാത്ത 8 സാഹചര്യങ്ങളെക്കുറിച്ച് ചാണക്യൻ കൃത്യമായി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അവ ഏതൊക്കെയാണ് എന്ന് നമുക്ക് വളരെ വിശദമായി തന്നെ പരിശോധിക്കാം. നമ്മെ ഹൃദയം കൊണ്ട് സ്വീകരിക്കാത്ത, യാതൊരു ബഹുമാനവുമില്ലാത്ത ഇടങ്ങളാണ് ഒന്നാമത്തേത്. ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരു ചടങ്ങിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നത് വെറുമൊരു കടമ തീർക്കാനോ അല്ലെങ്കിൽ തങ്ങൾക്ക് ഇത്രയധികം ആളുകളുമായി ബന്ധമുണ്ടെന്ന് ലോകരെ കാണിക്കാനോ വേണ്ടിയാണെങ്കിൽ അങ്ങോട്ട് പോകാതിരിക്കുകയാണ് നിങ്ങളുടെ വ്യക്തിത്വത്തിന് നല്ലത്. ചില മനുഷ്യരുണ്ട്, അവർ നിങ്ങളെ ക്ഷണിക്കും, എന്നാൽ നിങ്ങൾ അവിടെ ചെന്നാൽ ഒരു വാക്കുകൊണ്ട് പോലും നിങ്ങളെ പരിഗണിക്കുകയില്ല. അവിടെ നിങ്ങൾ വെറുമൊരു കാഴ്ചക്കാരൻ മാത്രമായി ഒതുങ്ങിപ്പോകും. ആദരവില്ലാത്ത സൽക്കാരം അമൃതാണെങ്കിൽ പോലും അത് വിഷതുല്യമാണ്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പാദ്യം അവന്റെ പണമോ പദവിയോ അല്ല, മറിച്ച് അവന് സമൂഹത്തിൽ നിന്നും സഹജീവികളിൽ നിന്നും ലഭിക്കുന്ന ആത്മാർത്ഥമായ ആദരവാണ്. എവിടെയാണോ നിങ്ങളുടെ സാന്നിധ്യം ഒരു ഭാരമായി മറ്റുള്ളവർക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾ കേവലം ഒരു ചടങ്ങ് തീർക്കൽ മാത്രമായി മാറുന്നത്, അവിടെ നിങ്ങളുടെ ആത്മാവ് ചോദ്യം ചെയ്യപ്പെടുകയാണ്. നിങ്ങളെ സ്നേഹത്തോടെയും ആദരവോടെയും നോക്കാൻ കണ്ണുകളില്ലാത്ത, മനസ്സ് തുറന്ന് സ്വാഗതം ചെയ്യാൻ ഹൃദയമില്ലാത്ത ആഡംബര വേദികളേക്കാൾ എത്രയോ ഭേദമാണ് നമ്മെ സ്നേഹിക്കുന്നവരുടെ ദരിദ്രമായ കുടിലുകൾ. അതുകൊണ്ട് വെറും കടലാസ് തുണ്ടിലെ ക്ഷണം കണ്ട് നിങ്ങളുടെ ആത്മാഭിമാനം പണയം വെക്കാൻ നിൽക്കരുത്. ബഹുമാനമില്ലാത്ത ക്ഷണങ്ങൾ ധീരമായി നിരസിക്കുക എന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ കരുത്താണ് വ്യക്തമാക്കുന്നത്. രണ്ടാമതായി ആചാര്യൻ വിരൽ ചൂണ്ടുന്നത് അഹങ്കാരികളുടെ സദസ്സുകളിലേക്കാണ്. തങ്ങളുടെ പണമോ പദവിയോ വംശമഹിമയോ കാണിച്ച് മറ്റുള്ളവരെ ചെറുതാക്കി കാണിക്കാൻ ആഗ്രഹിക്കുന്നവർ നടത്തുന്ന ചടങ്ങുകൾ. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ ചെന്നുപെട്ടാൽ അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് അവഗണനയും മാനസികമായ അപമാനവുമായിരിക്കും. അഹങ്കാരികൾ എപ്പോഴും തങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുകയും അവിടെ വരുന്ന സാധാരണക്കാരായ മനുഷ്യരെ തരം താഴ്ത്താൻ അവസരം പാർത്തിരിക്കുകയും ചെയ്യും. ചാണക്യൻ പറയുന്നു, പണത്തിന്റെ തിളക്കം കൊണ്ട് ആരുടെയും കണ്ണുകൾ മഞ്ഞളിക്കരുത്. അവിടെ ചെന്നിരുന്ന് അവരുടെ ആഡംബരങ്ങൾക്ക് മുന്നിൽ സ്വന്തം ലാളിത്യമോർത്ത് സ്വയം ചെറുതാക്കാൻ നിന്നുകൊടുക്കരുത്. അഹങ്കാരം നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ വിനയമുള്ള മനുഷ്യർക്ക് സ്ഥാനമുണ്ടാവുകയില്ല. അവിടെയുള്ള ഓരോ സംഭാഷണങ്ങളും മറ്റുള്ളവരെക്കാൾ തങ്ങൾ എങ്ങനെ മികച്ചവരായിരിക്കുന്നു എന്ന് സ്ഥാപിക്കാനുള്ള മത്സരമായിരിക്കും. അത്തരം വേദികളിൽ അതിഥിയായി പോകുന്നവർ പലപ്പോഴും തങ്ങളുടെ ആത്മവിശ്വാസം തകർക്കപ്പെട്ടാണ് തിരികെ വരുന്നത്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ പരിഹസിക്കുന്ന രീതിയിലുള്ള നോട്ടങ്ങളും വാക്കുകളും സഹിച്ചുകൊണ്ട് അവിടെ തുടരുന്നത് സ്വയം നശിക്കുന്നതിന് തുല്യമാണ്. നിങ്ങളുടെ മനസ്സിന്റെ സമാധാനവും വിലയും കളയുന്ന അഹങ്കാരത്തിന്റെ വേദികളിലേക്ക് ക്ഷണം എത്ര വലുതാണെങ്കിലും അങ്ങോട്ട് പോകാതിരിക്കുക. മൂന്നാമതായി, ഉള്ളിൽ കടുത്ത ശത്രുതയോ അസൂയയോ വെച്ചു പുലർത്തുന്നവരുടെ ക്ഷണങ്ങളാണ്. പുറമെ പുഞ്ചിരിക്കുകയും ഉള്ളിൽ വിഷം ചുമക്കുകയും ചെയ്യുന്ന മനുഷ്യരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത്. സൗഹൃദത്തിന്റെയോ ബന്ധുത്വത്തിന്റെയോ മുഖംമൂടി അണിഞ്ഞ് അവർ നിങ്ങളെ ഒരു ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നുവെങ്കിൽ അതിന്റെ പിന്നിൽ കൃത്യമായ അജണ്ടകളുണ്ടാകും. പലപ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നിങ്ങളെ തരം താഴ്ത്താനോ നിങ്ങളുടെ മുൻകാല വീഴ്ചകളെക്കുറിച്ച് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പരിഹസിക്കാനോ ഉള്ള കെണിയാകാം ആ ക്ഷണം. പാമ്പിനെ പാലൂട്ടി വളർത്തിയാലും അത് വിഷം മാത്രമേ തുപ്പൂ എന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. ശത്രുതയുള്ള ഒരാൾ പെട്ടെന്ന് സ്നേഹം പ്രകടിപ്പിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ കൂടുതൽ ജാഗ്രത പാലിക്കണം. അവരുടെ ക്ഷണം ഒരുപക്ഷെ ഒരു പരസ്യമായ അപമാനത്തിനുള്ള വേദിയൊരുക്കിയേക്കാം.
അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ താൻ എത്ര ഉദാരമനസ്കനാണ് എന്ന് കാണിക്കാനുള്ള ഒരു ഉപകരണം മാത്രമായി അവർ നിങ്ങളെ മാറ്റിയേക്കാം. ഉള്ളിൽ വെറുപ്പ് സൂക്ഷിക്കുന്നവരുടെ വിരുന്നുകളിൽ പങ്കെടുക്കുന്നത് സ്വന്തം നാശത്തെ സ്വയം ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. ചാണക്യന്റെ തത്വമനുസരിച്ച് വ്യക്തമായ ശത്രുതയുള്ളവരുടെ വീട്ടിലെ ജലം പോലും കുടിക്കുന്നത് ആപത്താണ്. കാരണം അതിൽ കലർന്നിരിക്കുന്നത് സ്നേഹമല്ല, മറിച്ച് നിങ്ങളുടെ തകർച്ച ആഗ്രഹിക്കുന്ന പ്രതികാര ചിന്തകളാണ്. നാലാമതായി, അധർമ്മവും തെറ്റായ പ്രവൃത്തികളും സദാചാരവിരുദ്ധമായ കാര്യങ്ങളും നടക്കുന്ന സ്ഥലങ്ങളാണ്. ചൂതാട്ടം, മദ്യപാനം, അനാശാസ്യ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന അന്തരീക്ഷത്തിലേക്ക് ക്ഷണം ലഭിച്ചാൽ അത് പൂർണ്ണമായും നിരസിക്കുക. ചാണക്യൻ വ്യക്തമാക്കുന്നു, ഒരു മനുഷ്യന്റെ സ്വഭാവം രൂപപ്പെടുന്നത് അവൻ ജീവിക്കുന്നതും ഇടപഴകുന്നതുമായ ചുറ്റുപാടുകളിൽ നിന്നാണ്. കരിഞ്ചന്തയിൽ പോകുന്നവന്റെ വസ്ത്രത്തിൽ കരിപുരളുന്നത് സ്വാഭാവികമാണ്. അതുപോലെ അധർമ്മം നടക്കുന്ന ഒരിടത്ത് നിങ്ങൾ ചെന്നു നിന്നാൽ നിങ്ങൾ തെറ്റ് ചെയ്തില്ലെങ്കിൽ പോലും ആ അന്തരീക്ഷത്തിന്റെ കറുത്ത നിഴൽ നിങ്ങളുടെ അന്തസ്സിന്റെ മേൽ വീഴും. സമൂഹം നിങ്ങളെയും ആ തെറ്റുകാരോടൊപ്പം മാത്രമേ കൂട്ടി വായിക്കൂ. അധാർമികമായ കൂട്ടായ്മകളിൽ പങ്കെടുക്കുന്നത് വഴി നിങ്ങളുടെ ചിന്താഗതികൾ പോലും പതുക്കെ മാറാൻ സാധ്യതയുണ്ട്. തെറ്റുകൾ കണ്ട് ശീലിക്കുമ്പോൾ അത് തെറ്റല്ലാതായി തോന്നുന്ന മാനസികാവസ്ഥയിലേക്ക് മനുഷ്യൻ വീണുപോകാം. മാത്രമല്ല, അത്തരം സ്ഥലങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും നിയമപരമായ പ്രശ്നങ്ങളോ വലിയ അപകടങ്ങളോ ഉണ്ടായേക്കാം. അവിടെ നമ്മൾ ഉണ്ടാകുക എന്നത് ഒരു സൽപ്പേരിന് ജീവിതാവസാനം വരെ മായ്ക്കാനാവാത്ത കളങ്കമായി മാറും. നിങ്ങളുടെ ചിന്തകളെയും സ്വഭാവശുദ്ധിയെയും മലിനമാക്കുന്ന ഒരിടത്തു നിന്നും ഒരു ക്ഷണവും സ്വീകരിക്കരുത്. അഞ്ചാമതായി, നമ്മെ നിസ്സാരമായി കാണുന്നവരുടെ ഇടമാണ്. നമ്മൾ അവിടെ ചെന്നാലും ഇല്ലെങ്കിലും ആർക്കും ഒരു വ്യത്യാസവുമില്ലാത്ത, നമ്മുടെ സാന്നിധ്യത്തിന് യാതൊരു വിലയും നൽകാൻ തയ്യാറാകാത്ത മനുഷ്യരിലേക്ക് നടന്നു ചെല്ലുന്നത് സ്വയം ചെറുതാകുന്നതിന് തുല്യമാണ്. ചില ചടങ്ങുകളിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ചിലരെ പ്രത്യേകം ഇരുത്തി ആദരിക്കുമ്പോൾ മറ്റു ചിലരെ ആരും ശ്രദ്ധിക്കുക പോലുമില്ല. ചാണക്യൻ പറയുന്നു, നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഒരു സ്ഥലത്തിന് ഒരു മൂല്യവും ഉണ്ടാകുന്നില്ലെങ്കിൽ, നിങ്ങളുടെ അസാന്നിധ്യം കൊണ്ട് അവർക്കൊരു നഷ്ടവും തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ അവിടെ നിൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഒരു മനുഷ്യൻ തൻ്റെ സാന്നിധ്യം കൊണ്ട് എവിടെയാണോ അടയാളപ്പെടുത്തേണ്ടത് അവിടെ അവൻ അവഗണിക്കപ്പെടുമ്പോൾ അവൻ്റെ ഉള്ളിലെ പ്രതിഭയും ആത്മവീര്യവും ചോർന്നു പോകുന്നു. നമ്മളെ ഒരു ജനക്കൂട്ടത്തിലെ വെറുമൊരു എണ്ണമായി മാത്രം കാണുന്നവരുടെ അടുത്തേക്ക് നമ്മൾ എന്തിനാണ് ക്ഷണം സ്വീകരിച്ചു പോകുന്നത്? അത് നമ്മുടെ സ്വന്തം വ്യക്തിത്വത്തെ നമ്മൾ തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ്. സ്വയം വിലയില്ലാത്തവനായി മാറുന്നതിനേക്കാൾ വലിയൊരു ദുരന്തം ഒരു മനുഷ്യന് വരാനില്ല. അതുകൊണ്ട് നിങ്ങളുടെ വിലയറിയാത്ത മനുഷ്യരുടെ കൂട്ടത്തിലേക്ക് ക്ഷണിച്ചാൽ പോലും പോകാതിരിക്കുക. ആറാമതായി, എപ്പോഴും വഴക്കുകളും തർക്കങ്ങളും ആഭ്യന്തര കലഹങ്ങളും നിറഞ്ഞ അന്തരീക്ഷമുള്ള വീടുകളോ സാഹചര്യങ്ങളോ ആണ്. ചാണക്യന്റെ അഭിപ്രായത്തിൽ സമാധാനമില്ലാത്ത ഭവനം ഒരു ശ്മശാനത്തിനു തുല്യമാണ്. എപ്പോഴും അശാന്തി പുകയുന്ന അത്തരം ഇടങ്ങളിലേക്ക് ക്ഷണം സ്വീകരിച്ച് അവിടെ ചെല്ലുന്നത് ബുദ്ധിയല്ല. അത്തരം വീടുകളിലെ നെഗറ്റീവ് ഊർജം നിങ്ങളുടെ മനസ്സിന്റെ സമാധാനത്തെയും ബാധിക്കും. എന്നു മാത്രമല്ല, അവിടെ നടക്കുന്ന ഏതെങ്കിലും കുടുംബ വഴക്കിന്റെയോ തർക്കത്തിന്റെയോ നടുവിലേക്ക് നിങ്ങളും അറിയാതെ വലിച്ചിഴക്കപ്പെട്ടേക്കാം. ഒടുവിൽ വലിഞ്ഞു കയറി ചെന്ന് പ്രശ്നത്തിൽ ചാടിയവൻ എന്ന ലേബൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. കലഹങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ ഒരിക്കലും നല്ല ചിന്തകളോ സന്തോഷമുള്ള സംഭാഷണങ്ങളോ ഉണ്ടാവുകയില്ല. അവിടെയുള്ള മനുഷ്യരുടെ ഉള്ളിലെ ക്രോധവും നിരാശയും വാക്കുകളിലൂടെ പുറത്തു വരുമ്പോൾ അത് കേൾക്കുന്ന നമ്മുടെ മനസ്സിലും അസ്വസ്ഥതകൾ നിറയും. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നത്തിൽ മധ്യസ്ഥത വഹിക്കാൻ ആവശ്യപ്പെട്ട് ചാണക്യന്റെ തത്വങ്ങൾ അറിയാത്തവർ അനാവശ്യമായി ഇടപെടാറുണ്ട്. എന്നാൽ അത് പലപ്പോഴും സ്വന്തം സമാധാനം കളയാൻ മാത്രമേ ഉപകരിക്കൂ. ശാന്തതയും സന്തോഷവുമില്ലാത്ത കലഹഭൂമികളിലേക്ക് ക്ഷണം വന്നാൽ മാന്യമായി ഒഴിഞ്ഞു മാറുന്നതാണ് ഉചിതം. ഏഴാമതായി, സ്വന്തം സ്വാർത്ഥലാഭത്തിനു വേണ്ടി മാത്രം നമ്മളെ ഓർക്കുകയും ക്ഷണിക്കുകയും ചെയ്യുന്നവരുടെ വിളികളാണ്. ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ സൗഹൃദങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. ഏതൊരു സൗഹൃദത്തിനു പിന്നിലും ഒരു സ്വാർത്ഥ താല്പര്യമുണ്ടാകും. എന്നാൽ അത് അതിരുകടക്കുമ്പോൾ അപകടമാണ്. അവരുടെ എന്തെങ്കിലും ആവശ്യങ്ങൾ സാധിച്ചെടുക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ പണമോ സ്വാധീനമോ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം നിങ്ങളെ ആദരിക്കുന്നവരുണ്ടാകും. ആ ആവശ്യം കഴിയുന്നതുവരെ അവർ നിങ്ങൾക്ക് മുന്നിൽ പരവതാനിവിരിക്കും. എന്നാൽ കാര്യം കഴിഞ്ഞാൽ ഒരു കറിവേപ്പില പോലെ നിങ്ങളെ ദൂരേക്ക് എറിഞ്ഞു കളയും. ഇത്തരം മനുഷ്യർക്ക് നിങ്ങളോട് യാതൊരുവിധ ആത്മബന്ധവും ഉണ്ടായിരിക്കുകയില്ല.
അവർ നിങ്ങളുടെ പദവിയെയും കഴിവിനെയും തങ്ങളുടെ താല്പര്യങ്ങൾക്കായി ചൂഷണം ചെയ്യാൻ അവസരം നോക്കിയിരിക്കുകയാണ്. ആവശ്യമുള്ളപ്പോൾ മാത്രം അമൃതുപോലെ സംസാരിക്കുകയും ആവശ്യം കഴിഞ്ഞാൽ മുഖം തിരിക്കുകയും ചെയ്യുന്നവരുടെ കൂടെ സമയം ചെലവഴിക്കുന്നത് ബുദ്ധിശൂന്യതയാണ്. ഇത്തരം ഉപരിപ്ലവമായ സ്നേഹം നടിക്കുന്നവരുടെ ക്ഷണങ്ങളെ തിരിച്ചറിയുക. ചാണക്യന്റെ വാക്കുകളിൽ പറഞ്ഞാൽ, ആവശ്യത്തിന് മാത്രം ഓർക്കുന്നവരെ ആപത്തിൽ തിരിച്ചറിയുക, അവരിൽ നിന്ന് എപ്പോഴും അകന്നു നിൽക്കുക. എട്ടാമതായി ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നത് നിങ്ങളുടെ ജീവിത മൂല്യങ്ങൾക്കും വ്യക്തിപരമായ തത്വങ്ങൾക്കും ഒട്ടും ചേരാത്ത ഇടങ്ങളെക്കുറിച്ചാണ്. ഓരോ മനുഷ്യനും സ്വന്തമായി ചില ജീവിത വീക്ഷണങ്ങളും ധാർമ്മിക മൂല്യങ്ങളും ഉണ്ടാകും. അതിനെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ജീവിക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് നിങ്ങൾ പോകരുത്. നിങ്ങളുടെ ചിട്ടയായ ജീവിതത്തെയോ ആത്മവിശ്വാസത്തെയോ തകർക്കുന്ന തരത്തിലുള്ള ചർച്ചകളും പ്രവൃത്തികളും നടക്കുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ ചെന്നുപെട്ടാൽ അത് നിങ്ങളുടെ ആത്മവീര്യത്തെ ചോർത്തിക്കളയും. നമ്മുടെ ആദർശങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സദസ്സിൽ ഇരിക്കേണ്ടി വരുന്നത് മാനസികമായ പീഡനമാണ്. അവിടെ നമ്മുടെ നിലപാടുകൾ തുറന്നു പറയാൻ സാധിക്കാതെ വരികയോ അല്ലെങ്കിൽ അവരുടെ തെറ്റായ തത്വങ്ങൾക്ക് മുന്നിൽ മൗനം പാലിക്കേണ്ടി വരികയോ ചെയ്യാം. ഇത് നമ്മുടെ മനസാക്ഷിയോട് നമ്മൾ ചെയ്യുന്ന തെറ്റാണ്. നിങ്ങളുടെ മൂല്യങ്ങളെ ബഹുമാനിക്കാത്ത, നിങ്ങളെ നിങ്ങളായി ജീവിക്കാൻ അനുവദിക്കാത്ത ഒരിടത്തും നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകരുത്. സ്വന്തം തത്വങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവനും അത് കാത്തു സൂക്ഷിക്കുന്നവനുമാണ് യഥാർത്ഥ ജ്ഞാനി എന്ന് ചാണക്യൻ ഉറപ്പിച്ചു പറയുന്നു. ആചാര്യ ചാണക്യൻ തൻ്റെ അമൂല്യമായ അറിവുകളിലൂടെ നമുക്ക് പകർന്നു നൽകുന്നത് കഠിനമായ ജീവിത യാഥാർത്ഥ്യങ്ങളാണ്. അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു, ആത്മാഭിമാനമില്ലാതെ ജീവിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് മരണം. കാരണം മരണം നൽകുന്ന ദുഃഖം ക്ഷണികമാണ്. എന്നാൽ ആത്മാഭിമാനമില്ലാതെ ജീവിക്കുന്നവൻ ഓരോ ദിവസവും അനുഭവിച്ചു തീർക്കുന്നത് വലിയ നരകയാതനയാണ്. ഭക്ഷണമോ പണമോ ഇല്ലാതെയും മനുഷ്യന് അന്തസ്സോടെ ജീവിക്കാം. എന്നാൽ സ്വന്തം വില നഷ്ടപ്പെടുത്തി ജീവിക്കുന്നത് ജീവനോടെ മരിക്കുന്നതിന് തുല്യമാണ്. നിങ്ങളെ ബഹുമാനിക്കാത്ത, നിങ്ങളുടെ സാന്നിധ്യത്തിന് വില കൽപ്പിക്കാത്ത ഒരിടത്തും നിങ്ങളുടെ പാദങ്ങൾ പതിയാതിരിക്കട്ടെ. ഈ 8 ഇടങ്ങളിൽ നിന്നുള്ള ക്ഷണം മുഖത്തു നോക്കി എന്നാൽ മാന്യമായി നിരസിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അവിടെ തുടങ്ങുന്നു നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വത്തിന്റെ വിജയം. നിങ്ങളുടെ ആത്മാഭിമാനമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യം. അത് ജീവനുള്ളിടത്തോളം കാലം കാത്തു സൂക്ഷിക്കുക. എല്ലാ സ്നേഹിതർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.